പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. യുദ്ധം ലോകത്തിന് നാശം മാത്രമാണ് ഉണ്ടാക്കുക. ഒരു കഥ കേൾക്കൂ. അരുതേ കലഹം. നിർത്തൂ ഈ കലഹം. യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. യുദ്ധം നാശം മാത്രമാണ് ഉണ്ടാക്കുന്നത്. പരസ്പരം കലഹിക്കുന്ന കടുവകളുടെയും പുലികളുടെയും ഇടയിൽ കയറി നിന്ന് ശക്തനാന ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിസ്സാര കാരണത്തിലാണ് പുലിക്കാടും കടുവക്കാടും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. കടുവകളുടെ കൂട്ടത്തിൽ ശക്തരായ ആനകളും ചേർന്നു. പുലികളുടെ കൂട്ടത്തിൽ കരുത്തുറ്റ കാട്ടുപോത്തുകളും. കാടെങ്ങും ആക്രോശവും ഭീതിയും നിറഞ്ഞു. മരങ്ങൾ കുലുങ്ങി, പക്ഷികൾ പറന്നു, ചെറിയ ജീവികൾ ഒളിച്ചോടി. ഇന്ന് നിങ്ങളുടെയൊക്കെ കാര്യം തീർപ്പാക്കിയിട്ടേ ഉള്ളൂ. കടുവകൾ ഗർജിച്ചു. ഞങ്ങളും തയ്യാറാണ്, പുലികൾ മറുപടി പറഞ്ഞു. അങ്ങനെ വലിയ യുദ്ധത്തിന് വഴിവെക്കുന്ന നേരത്താണ് കാട്ടിലെ പ്രായം ചെന്ന ആനയായ ശക്തൻ മുന്നോട്ട് വന്ന് ശാന്തമായി പറഞ്ഞത്, യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, അവസാനിപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളതും. നിങ്ങൾക്കറിയാമോ? അവൻ്റെ വാക്കുകൾ കേട്ട് കുറച്ചു നിമിഷം എല്ലാവരും മിണ്ടാതായി. അപ്പോൾ ഒരു പ്രാവ് പറന്ന് അവിടെ എത്തി പറഞ്ഞു, ഇന്ന് സമാധാനത്തിനുള്ള അന്താരാഷ്ട്ര ദിനമാണ്. നമുക്ക് പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർക്കാൻ പറ്റില്ലേ? കടുവകളുടെ നേതാവായ വീരൻ ചോദിച്ചു. സംസാരിച്ചാൽ എന്തു കിട്ടും? പുലികളുടെ നേതാവായ ചിങ്കൻ മറുപടി പറഞ്ഞു, യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാലും നഷ്ടമാകുന്നത് നമ്മുടെ കാടും കുടുംബവും തന്നെയല്ലേ. ഇത് കേട്ട് കാട്ടുപോത്തുകൾ തലകുനിച്ചു. ആനകളും സമ്മതിച്ചു. അവസാനം എല്ലാവരും ആ വലിയ വൃക്ഷത്തിൻ്റെ കീഴിലിരുന്നു. ആദ്യമായി പരസ്പരം സംസാരിച്ചു. തർക്കം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കി. ഒരാൾ മറ്റൊരാളോട് ക്ഷമ ചോദിച്ചു. അവസാനം കരാറുണ്ടാക്കി. കാടെല്ലാവർക്കും ഒരുപോലെയാണ്. ആരും മറ്റൊരാളുടെ പ്രദേശത്ത് അതിക്രമിച്ച് കടക്കരുത്. പ്രശ്നങ്ങൾ വന്നാൽ സംസാരിച്ച് തീർക്കണം. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, ഒരിക്കലും പക്ഷേ യുദ്ധത്തിന് പുറപ്പെടരുത്. അങ്ങനെ യുദ്ധം ഒഴിവാക്കി സമാധാനം നേടിയെടുത്തു. അന്നു മുതൽ കാട്ടുമൃഗങ്ങൾ ഓരോ വർഷവും ആ ദിനം ആഘോഷിച്ചു. അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, ശക്തിയേക്കാൾ വലുത് സമാധാനവും സ്നേഹവുമാണ്. യുദ്ധം നാശം വിതറും, പക്ഷെ പരസ്പര ചർച്ചയും സഹകരണവും സമാധാനം സൃഷ്ടിക്കും. പുതിയ തലമുറ അത് സ്വീകരിച്ചു.